ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ തൊട്ട് തുടങ്ങിയിട്ട് നമുക്ക് കിടക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ കാണിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മളെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ലെങ്ത്തായി പോയിട്ടോ. അപ്പോൾ ഞാനതിനൊന്ന് ചുരുക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ എൻ്റെ പണിയിലൊക്കെ ഏർപ്പെട്ടത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, അടിച്ച് വാരി തുടക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ രാവിലെ കുളിച്ചിട്ടുമില്ല കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു പണികളൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ കാര്യങ്ങളിൽ അങ്ങനെ അത്ര വലിയ ചിട്ടകളും ഒന്നുമില്ല കേട്ടോ. നമുക്കിപ്പോൾ ഇന്ന് കുളിച്ചിട്ടാണ് ഞാൻ അടുക്കളയിലൊക്കെ കയറണമെങ്കിൽ ചിലപ്പോൾ നാളെ ഞാൻ എല്ലാ പണിയും കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിക്കും. നമ്മുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മുടെ പണികളൊക്കെ ഏകദേശം ഇങ്ങനെ കഴിഞ്ഞ് തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ തുടക്കുകയാണ്. അപ്പോൾ റൂമിലൊക്കെ കയറി കുറച്ച് നല്ലോണം കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പൊന്നൂസ് ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഓരോ പേപ്പറും അതും ബുക്കും പെന്നും പെൻസിലും എന്ന് വേണ്ട സകല സാധനങ്ങളും നമ്മുടെ വീടിൻ്റെ അകത്ത് ഇങ്ങനെ പരന്ന് കിടക്കും കേട്ടോ. ഇത് തന്നെ എൻ്റെ എല്ലാ ദിവസത്തെയും പരിപാടി. രാവിലെ ഞാൻ ഈ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കും കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കിന് ഇതെങ്ങനെയെന്ന് അറിയില്ല, ഇതെല്ലാം പല സ്ഥലങ്ങളിലായിട്ട് പരന്ന് കിടക്കുന്നുണ്ടാവും കേട്ടോ. ഇത് തന്നെ എല്ലാ ദിവസത്തെയും പരിപാടി. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ തുണി അലക്കാൻ വേണ്ടിയിട്ട് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മീൻ മുറിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വീട് കുറച്ച് ഉള്ളിലേക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻകാരനൊന്നും വരില്ല. അപ്പോൾ നമ്മളൊരു മീൻകാരൻ്റെ നമ്പർ മേടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ തന്നെ ആവശ്യമുള്ള ദിവസങ്ങളിൽ ഓർഡർ ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ മീൻ കിട്ടി കേട്ടോ. അപ്പോൾ തളയനാണ് കിട്ടിയത്. നല്ല മീനാണ് കേട്ടോ, അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പോൾ പൊന്നൂസിനാണെങ്കിൽ ഇത് കഴിക്കാനും വലിയ കുഴപ്പമില്ല, ബുദ്ധിമുട്ടില്ല കേട്ടോ. അതിൻ്റെ സൈഡ് മുള്ളൊക്കെ കണ്ട് എടുത്ത് കൊടുത്താൽ മതി, പിന്നെ ഒറ്റയ്ക്ക് അങ്ങനെ കഴിച്ചോളൂ. അപ്പോൾ തളയൻ. അപ്പം ഇനി ഇപ്പോൾ ഇതൊന്ന് വറക്കുകയും വേണം, കറി വയ്ക്കുകയും വേണം കേട്ടോ. അപ്പോൾ പൊന്നൂസിന് ഇപ്പോൾ ഒരു 2 ആഴ്ചയായി തുടങ്ങിയിട്ട് പൊരിച്ച മീനിനോടൊക്കെ ഭയങ്കര ഒരു ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പൊരിക്കുകയും വേണമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കറി വയ്ക്കുകയും പൊരിക്കുകയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ മീൻ മുറിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിനെ നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണേ. അപ്പോൾ ഇനി എന്തായാലും കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇനി ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കുന്നുള്ളൂ. അപ്പോൾ തലേ ദിവസത്തെ മോരുകറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മോരുകറി എടുത്ത് ഞാൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ കുളിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനിയിപ്പോൾ നമ്മളെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിന് മുമ്പ് കുറച്ച് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൊന്നൂസിനും കൊടുക്കാം, അച്ഛനും കൊടുക്കാം. അതുപോലെ നമുക്കും കുറച്ച് കുടിച്ചിട്ട് 2 മിനിറ്റ് ഇരുന്നിട്ടൊക്കെ പണി നീ തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് കുളി കഴിഞ്ഞപ്പോഴുള്ള തോന്നലാണ്. ഇതൊന്നും നമുക്ക് പതിവുള്ളതല്ല. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് ചിട്ടയും കാര്യങ്ങളൊന്നുമില്ല. ഓരോരോ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഓരോ തോന്നലുകളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി 2 പേർക്കും കൂടി കൊടുത്തിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കണം. അപ്പോൾ പൊന്നൂസ് ഗെയിമും ഒക്കെ കാണുകയാണ് കേട്ടോ ടി വിയിൽ. അച്ഛൻ ഫോണിലാണ്. ഞാനിങ്ങനെ എൻ്റെ പണികളുമായിട്ട് അങ്ങനെ പോണ്. അപ്പോൾ ഏതായാലും അവർക്കും ബോറടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതല്ലേ. അപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവർക്ക് ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു. ചായന് കടിക്കാനൊന്നും പ്രത്യേകിച്ചില്ല കേട്ടോ, ബ്രെഡാണ് ഉള്ളത്. അപ്പോൾ അതാണെങ്കിൽ പൊന്നൂസിന് ബ്രെഡ് പൊരിച്ചതൊക്കെ ആണെങ്കിൽ അവൻ കഴിക്കും. അപ്പോൾ അവന് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അച്ഛന് കൊടുത്തു കേട്ടോ. എന്തായാലും അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ ചായ കുടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് കുടിവെള്ളം വെക്കണം, അരി അടുപ്പത്ത് ഇടണം. അപ്പോൾ അത് രണ്ടും ഞാൻ ചെയ്തു കേട്ടോ. ഞാനിപ്പോൾ കുറേ ആയിട്ട് അരിയും വെള്ളവും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് കഴുകിയിട്ട് അടുപ്പത്തിടാറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പൊന്നൂസിൻ്റെ അടുത്ത് വന്നിരുന്നു. പൊന്നൂസിന് ചായയൊക്കെ ഒന്ന് ചൂടാക്കി കൊടുത്ത് അങ്ങനെ കുടിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഞാൻ അടുക്കളയിൽ കയറി കേട്ടോ. അപ്പോൾ മുളക് ഇട്ടിട്ടാണ് കേട്ടോ കറി വെക്കുന്നത്. ഞാൻ പൊന്നൂസിന് തേങ്ങ അരച്ചിട്ടൊക്കെയാണ് കറി വെക്കാറ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ മുളകിട്ടിട്ടാണ് കറി വെക്കുന്നത് കേട്ടോ തത്തളയെ. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ കുറച്ച് കൂടുതൽ എടുത്തിട്ടാണ്. സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ ഈ മലപ്പുറംകാരൊക്കെ വെക്കുന്ന ആ ഒരു ടൈപ്പ് കറിയാണ് കേട്ടോ. എണ്ണയും കാര്യങ്ങളൊന്നുമില്ല. മുളകും മല്ലിപ്പൊടിയും മുളകും മഞ്ഞൾപ്പൊടിയും അതുപോലെ തക്കാളി പച്ചമുളക് പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചിട്ടുള്ള ആ ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയാണ് സ്ഥിരമായിട്ട് വെക്കാറ് അമ്മ.
അപ്പോൾ അമ്മ ഏറി അങ്ങനെ ആ ഒരു കറിയാണ് വെക്കുക. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ എണ്ണയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ആദ്യം എണ്ണ ഒഴിച്ചിട്ട് അതിൽ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് പിന്നെ കുടംപുളിയൊക്കെ ഇട്ടുള്ള ആ ഒരു കറിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ തന്നെയാണ് കേട്ടോ കറി വയ്ക്കുക, നമ്മുടെ രീതിക്കാണ് വെക്കാറ്. പൊന്നൂസിന് ഇപ്പോൾ രണ്ടാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അവിടുത്തെ കറികളിൽ പറയുമ്പോൾ കുറച്ച് എരിവ് കൂടുന്നേ ഉള്ളൂ. ഞാൻ കുറച്ച് എരിവ് കുറച്ചിട്ടാണ് കേട്ടോ വെക്കാറ്. അപ്പോൾ നല്ലോണം എരിവാക്കിയാൽ ഇപ്പോൾ നമ്മൾ മാത്രമല്ലോ, അവനും കൂടെ കഴിക്കേണ്ടല്ലേ എന്നുള്ളതിൽ കുറച്ച് എരിവ് കുറച്ചിട്ടാണ് വെക്കാറ്. അപ്പോൾ എന്തായാലും അത് ഞാൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വറക്കുന്നതിലേക്കുള്ള മസാല റെഡിയാക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ അവിടെ ഒറ്റപ്പാലത്ത് അമ്മ ചെയ്യുന്ന ആ ഒരു രീതിക്കാണ് കേട്ടോ മീൻ വറുക്കാറ്. അതിപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ കുറേ ആയിട്ട് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാ വെച്ചാൽ നമ്മുടെ കുരുമുളകും മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഞാൻ ഇടുന്നതാണ് കേട്ടോ. അതെൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇടുന്നതാണ്. ഒക്കെ കൂടി ഇട്ട് ഒന്നങ്ങോട്ട് ക്രഷ് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു മസാലയുടെ കളർ തന്നെ നല്ലൊരു കളറാണ് കേട്ടോ, നല്ലൊരു ബ്രൗൺ കളറാവും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ സാധാരണ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും അങ്ങനെയൊക്കെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളകൊന്നും ഇടില്ല. ആ ഒരു രീതിക്കാണ് നമ്മുടെ ഇവിടുത്തെ ഒരു മസാല. പക്ഷേ ഈ ഒരു മസാലയുടെ കളർ കണ്ടോ, ഇങ്ങനത്തെ ഒരു കളറാണ്, ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് കേട്ടോ ഈ ഒരു മസാലയ്ക്ക്. അപ്പോൾ അതിന് വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും മീനും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ അതിൽ ഒന്ന് മസാല പുരട്ടുന്നുണ്ട്. അപ്പോൾ പൊന്നൂസിനാണെങ്കിൽ വറുത്ത മീനിനോട് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവൻ പറയാം എനിക്ക് വറുത്തമീൻ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരെണ്ണം അവൻ്റെ വായിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അവനക്ക് അങ്ങനെയൊന്നും ചെയ്യണമൊന്നും ഇഷ്ടമല്ല. വറുത്ത മീൻ ഇഷ്ടമാണ്, പക്ഷെ ഇങ്ങനത്തെ ഈ പരിപാടികളൊന്നും ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഞാൻ മസാല ഒക്കെ തേച്ചിട്ടുണ്ട്. നമ്മുടെ കറി അവിടെ കിടന്ന് തിളക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ കറിയിൽ എങ്ങനെയാ വെച്ചാൽ തിളച്ച പാടനെ മീൻ ഇട്ടിട്ടുണ്ടെങ്കിൽ വലിയ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഈ കറി ഒന്ന് നന്നായിട്ട് കുറച്ച് സമയം തിളക്കണം. നമ്മുടെ പൊടികളുടെ ആ ഒരു അപ്പോൾ ഒരു പച്ചമണം അതൊക്കെ വിട്ട് ഒന്ന് കറി വറ്റണം. ആ ഒരു സമയത്ത് മീനിടുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ ഞാൻ മീനൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് മീൻ വറുത്തെടുക്കും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറും ഏകദേശം റെഡി ആവാറായിട്ടുണ്ട് കേട്ടോ, തിളക്കുന്നുണ്ട്. മീൻ കറി വെക്കുന്നതിനേക്കാളും സമയം എടുക്കും കേട്ടോ മീൻ വറുക്കാനായിട്ട്. എന്താ വെച്ചാൽ ഞാൻ നല്ല ലോ ഫ്ലെയിമിലാണ് മീൻ വറുക്കുള്ളൂ. എനിക്കിങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടുന്നത് അത്രയ്ക്ക് ഇഷ്ടമില്ല കേട്ടോ. അപ്പം ഞാൻ ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് അധികം സമയം എടുത്ത് തിരിച്ചും മറിച്ചും ഇങ്ങനെ 2-3 തവണ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ മീൻ വറുത്തെടുക്കുക. എനിക്ക് അങ്ങനെ എടുക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചോറ് ഏകദേശം വേവാറായിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് 1-2 പാത്രം കൂടെ കഴുകാനുണ്ട്. ഞാൻ അതിലിടയ്ക്ക് ഇങ്ങനെ എടുക്കുന്ന പാത്രങ്ങൾ അപ്പോൾ കഴുകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 1-2 പാത്രങ്ങളേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് കഴുകിയെടുത്തിട്ട് വേണം ചോറ് വറുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ അലക്കിയ തുണികളൊക്കെ ഒന്ന് കൊണ്ടുപോയി പുറത്തിടാനുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ പണികളൊക്കെ ഏകദേശമൊക്കെ കഴിയാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കറി ഇങ്ങനെ വറ്റിയൊരു സമയത്താണ് കേട്ടോ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ അതിൻ്റെ സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ മീനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ചോറും റെഡിയായി, ചോറും വാർത്ത് വെച്ചു. ഈ ചോറ് വറുക്കുന്നതൊന്നും അത്ര വശമുള്ള പരിപാടിയല്ല കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ കൊട്ടക്കൈലി എന്ന് പറയും കേട്ടോ, ചോറ് ഊറ്റാന്നാണ് പറയുക. ആ കൊട്ടക്കൈലി വെച്ചിട്ട് ചോറ് ഊറ്റാറാണ്. അപ്പോൾ എനിക്ക് അതേ ഉള്ളൂ കേട്ടോ ശീലം. പിന്നെ ഇത് ഒറ്റപ്പാലത്ത് വന്നപ്പോൾ കിട്ടിയതാണ് ഇപ്പോൾ ഈ ചോറ് വറുക്കണത് ഒക്കെ കേട്ടോ. അവിടെ അമ്മ അങ്ങനെ ചോറ് വറുക്കുക ആണ് ചെയ്യുക. അപ്പോൾ ഞാനും പിന്നെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും കൂടിയിട്ട് ഞാനങ്ങനെ ഇതുപോലെ തന്നെ ചോറ് വറുക്കുകയാണ് ചെയ്യുക കേട്ടോ. അങ്ങനെ ചോറ് വാർക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു 2-3 മിനിറ്റ് തന്നെ അങ്ങനെ വാർക്കാൻ വേണ്ടി വെച്ചോളൂ. പെട്ടെന്ന് ഇറക്കി വെച്ചു. കാരണം നമ്മുടെ റേഷനരിയാണ് കേട്ടോ, ചിലപ്പോൾ അടയാവാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ ഒരു പകുതി വേവാവുന്ന സമയത്താണ് കേട്ടോ വെക്കാറ്. അങ്ങനെ നമ്മുടെ അടുക്കളപ്പണി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടത്. ഇപ്പം ഇനി ഞാൻ തുണിയൊന്ന് പുറത്തിടണം. അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. അങ്ങനെ തുണിയൊക്കെ ഉണക്കി വന്ന് ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് അച്ഛൻ കടയിലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനെ വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് അച്ഛനെ കാണുന്നില്ല. എന്നാൽ പിന്നെ നമുക്ക് കഴിക്കാൻ പൊന്നൂസിനോട് പറഞ്ഞ് അങ്ങനെ ഞാൻ ചോറൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ.
അപ്പോൾ പൊന്നൂസ് റൂമിലിരിക്കുന്നുണ്ട്. അതിലിടയ്ക്ക് ഞാനൊരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചെറിയുള്ളിയും പച്ചമുളകും പുളിയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ അതിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊന്നൂസ് വന്ന് പൊന്നൂസ് ഇതാ സ്ഥലം മാറിയിരുന്നു കേട്ടോ. അപ്പോൾ അവനെ ഞാൻ അപ്പുറത്ത് വെച്ച് കൊടുത്ത് ഇനിയിപ്പോൾ ഞാനും കഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. അച്ഛനെ കാണുന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കഴിച്ചു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അച്ഛൻ വരികയും ചെയ്തു കേട്ടോ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അച്ഛന് ചോറ് കൊടുക്കാമെന്നും പറഞ്ഞ് ഞാനങ്ങനെ എണീറ്റ് പോയി കൈയൊക്കെ കഴുകി വന്നു. അങ്ങനെ അച്ഛനുള്ള ചോറൊക്കെ വിളമ്പി അച്ഛന് കൊണ്ടു കൊടുത്തു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനും പെട്ടെന്ന് കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ റൂമൊക്കെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ വിരിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പുറത്ത് പോയി നോക്കുമ്പോൾ അച്ഛൻ കിടക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ എന്നാൽ ഞാനും കുറച്ച് നേരം പൊന്നൂസിൻ്റെ കൂടെ കിടക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് അങ്ങനെ ഉറങ്ങാറൊന്നുമില്ല. അപ്പോൾ വെറുതെ ഇങ്ങനെ കിടക്കും കുറച്ച് സമയം. അപ്പോൾ പൊന്നൂസ് അവിടെ ഫോണിൽ നോക്കി കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ അടുത്തൊക്കെ പോയിരുന്ന് കുറച്ച് നേരം അവനൊന്ന് ദേഷ്യം പിടിപ്പിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മഴ വരുന്നുണ്ട് എന്നും പറഞ്ഞ് അച്ഛൻ വിളിച്ചു കേട്ടോ. അപ്പോൾ വേഗം പെട്ടെന്ന് തന്നെ പോയി നോക്കാൻ, മഴ എങ്ങനെയാണ് പെട്ടെന്ന് പെയ്യോ എന്താ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പുറത്ത് പോയി നോക്കുമ്പോൾ നല്ല മഴക്കാറായിരുന്നു കേട്ടോ. നല്ല മഴക്കാറെന്ന് പറഞ്ഞാൽ നല്ല മഴക്കാർ. എന്തായാലും അത് പെയ്തിട്ടേ പോകൂ എന്നുള്ള എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഉമ്മറത്ത് തന്നെ ഇരുന്നു കേട്ടോ. സിറ്റ് ഔട്ടിൽ തന്നെ അങ്ങനെ ഇരുന്നു. എന്നെങ്കിൽ അവിടെ ഇരിക്കാം, മഴ പെയ്യണമെന്ന് നോക്കിയിട്ട്. തുണി കുറച്ച് പുറത്ത് കിടക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഏകദേശം ഉണങ്ങിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഉള്ളിൽ കയറുന്ന സമയത്തായിരിക്കും പെട്ടെന്നായിരിക്കും മഴ വരുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു കേട്ടോ. അതിലിടക്ക് പൊന്നൂസിൻ്റെ മുടി ചീകി തരാമെന്ന് പറഞ്ഞ് വിളിച്ച് അവൻ വരുന്നേ ഇല്ല. അവസാനം ഞാൻ തന്നെ അവിടെ പോയിട്ട് അവനെ പിടിച്ചിട്ട് വന്നു. അപ്പോൾ സ്കൂളിലൊക്കെ പോകുന്നത് കാരണം തലയിലൊക്കെ പേനൊക്കെ ഉണ്ട്. അപ്പോൾ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് രാത്രിയിലൊക്കെ കിടന്നിട്ട്. അപ്പോൾ ഞാനെന്നെങ്കിൽ മുടിയൊന്ന് ചീകി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്, മുടി ചീകുന്നൊന്നും ഇഷ്ടമല്ല, മുടിയിൽ തൊടുന്നതേ അവന് ഇഷ്ടമല്ല കേട്ടോ. എന്നാലും ഞാനൊന്ന് ചീകി കൊടുക്കുകയൊക്കെ ചെയ്ത്. അതിൻ്റെ ഇടയ്ക്ക് നല്ല കാറ്റ് കേട്ടോ. പെട്ടെന്ന് മഴ പെയ്യുമെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം പോയി തുണികളൊക്കെ എടുത്തു. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നാളത്തെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.